ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് അടിപൊളിയൊരു മല്ലിപ്പൊടിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് നല്ല മല്ലിപ്പൊടി എങ്ങനെ പൊടിക്കാനുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് വന്ന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്നത് ഓൾ ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അത് സ്കിപ്പ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഞാനിപ്പോൾ ഇവിടെ വറുക്കാനുള്ള മല്ലി കഴുകി ഉണക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ മല്ലി വറുക്കുന്നതിന് മുന്നേ തന്നെ കഴുകി നല്ല ഡ്രൈ ആയിട്ട് വേണം എടുക്കാൻ. വെള്ളം നനവ് ഉണ്ടെങ്കിൽ നമ്മൾ ആക്കി വെച്ച പൊടി പെട്ടെന്ന് പൂപ്പിൽ വരും, അതുപോലെ കേട് വരികയൊക്കെ ചെയ്യട്ടോ. ഒരുപാട് ദിവസമൊന്നും ആ പൊടി ഇരിക്കില്ല. ഇനി നമുക്ക് മല്ലി വറുക്കാനായിട്ട് പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം മല്ലി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിമൊക്കെ മീഡിയത്തിലിടുക. നമ്മൾ വറുത്ത് കഴിയുന്നവരെ ഫ്ലെയിം മീഡിയത്തിൽ തന്നെ ഇടുക കേട്ടോ. ഒരിക്കലും ഹൈയിലിട്ടിട്ട് വറുത്തെടുക്കരുത്. മല്ലി നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇളക്കി എടുത്തിട്ട് നമുക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ ഹൈയിൽ ഒരിക്കലും ഇടരുത്. നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത് ചുക്കാണ് കേട്ടോ. ചുക്ക് ഇതേപോലെ ചെറിയ പീസ് ഒന്ന് ചതച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുക്കരുത്, ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കുക. ചുക്കിട്ട് കൊടുത്താൽ അതിന് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടും. ഇനി നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഒരു 4 ഉണക്കമുളകാണ് കേട്ടോ. പൊടിക്ക് ചെറുതായിട്ടൊരു കളറും കാര്യങ്ങളൊക്കെ ഒന്ന് കൂടുതൽ കിട്ടാനും ഉണക്കമുളക് ഇട്ട് കൊടുത്തത്. അതിട്ട് കൊടുത്തതിന് ശേഷം ഉലുവ ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കൊഴുപ്പും കാര്യങ്ങളും കിട്ടാനായിട്ട് അരി ചേർത്ത് കൊടുക്കണമെന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മട്ട അരിയാണ്. ഒരു 2 വലിയ ടേബിൾ സ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് സ്പൂൺ ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ 4 വട്ടമായിട്ട് 2 ടേബിൾ സ്പൂണായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിനി കറിവേപ്പില 2 ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില എത്ര വേണം ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് നല്ല സ്മെല്ലും കിട്ടും പൊടിക്ക്. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. കറിവേപ്പില കഴിച്ചാൽ കൊളസ്ട്രോൾ കുറയാനും എല്ലാത്തിനും നല്ലതാണ്. അതുപോലെ നമ്മുടെ ഹെയർ ഗ്രോത്തിനാണെങ്കിലും ഒക്കെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് തരുന്നുണ്ട് കേട്ടോ കറിവേപ്പില. അപ്പോൾ നമ്മൾ കറിയിലിടുകയാണെങ്കിൽ എല്ലാം സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും അത് കളയുകയും ചെയ്യുള്ളൂ. പക്ഷേ അങ്ങനെ പൊടിയാക്കി കഴിക്കുമ്പോൾ അത് നമ്മളെ ശരീരത്തേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് വറുത്തെടുക്കണം. ഇനി നമ്മൾ ഈ മല്ലിയുടെ പരിവം പറഞ്ഞാൽ നമുക്ക് ഈ കറിവേപ്പില നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം. അതാണ് അതിൻ്റെ സ്റ്റേജ്. അതുവരെ വറുത്തെടുക്കണം. അപ്പോഴാണ് നമ്മളെ പൊടി നല്ല ഫ്രഷായിട്ട് എപ്പോഴും ഇരിക്കുകയുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ഞാൻ കുറച്ച് നേരം ഇളക്കി കൊടുത്തിട്ടുണ്ട്. അത് കട്ടാക്കിയതാണ് കേട്ടോ. കുറച്ച് നേരം ഇളക്കി കൊടുത്ത് ഇതുപോലെ നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ ഈ ഇല പൊടിയുന്ന രീതിയിലാവുമ്പോഴാണ് നമ്മൾ മല്ലിയുടെ കറക്റ്റ് വറവ് വരുന്നത് കേട്ടോ. കറിവേപ്പില നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ പൊടി പൊടിയായിട്ട് വരണം. അതുവരെ നമ്മൾ ഇളക്കി കൊടുത്തു മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ നിൽക്കണം കേട്ടോ. ഇനി എന്താ എൻ്റെ മല്ലിയൊക്കെ നല്ല കറക്റ്റ് വറവായിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത് ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് കണ്ട മാറ്റി കൊടുക്കുക. ആ പാനിലിൻ്റെ വെച്ച് ചൂട് ഇങ്ങനെ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചൂട് കൊടുക്കാൻ ഈ മിക്സിയിൽ ജാറിലിട്ട് അടിച്ചെടുക്കരുത്. ചൂടാറിയതിന് ശേഷം മാത്രം അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ പൊടിച്ച് വെച്ച് നമുക്ക് ഏത് കറിക്ക് വേണമെങ്കിലും ഇതിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു മണമൊക്കെ ഉണ്ട് കറിക്ക് ഉണ്ടാവുക. ഏത് കറി വേണമെങ്കിലും നിങ്ങൾക്ക് ഈ മല്ലിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടി നോക്കാം. ഞാനൊരു മീഡിയം സൈസ് ജാറിലിട്ട് പൊടിക്കുന്നത്. വെള്ളം നനവൊന്നുമില്ലാതെ നല്ല തുടച്ചിട്ട് വേണം നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ. ജാറിലും വെള്ളം നനവ് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അതുപോലെ നമ്മൾ പ്ലേറ്റിൽ പെട്ടില്ല, ആ പ്ലേറ്റിലും വെള്ളം നനവ് ഉണ്ടാവാൻ പാടില്ല. വെള്ളം നനവ് തട്ടിയാൽ തന്നെ പൊടി പെട്ടെന്ന് നാശമാവും. ഇത് ഫ്രഷായിട്ട് എപ്പോഴും ഇരിക്കാൻ നനവില്ലാതെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ജാറിലേക്ക് ഞാൻ കുറച്ചിട്ടുണ്ട്, ഫുൾ ഇട്ടിട്ടില്ല, കുറച്ചിട്ട് ഇതാ അതുപോലെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ആണ് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി ഇത് ചൂടാറിന് ശേഷം മാത്രമേ നമ്മൾ ബോട്ടിലേക്ക് ആക്കി വെച്ചാൽ മതി കേട്ടോ. ഒരു 2-3 മിനിറ്റോ 4-5 മിനിറ്റോ ഇതുപോലെ പരത്തിയിടുക. ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും പൊടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ പരത്തിയിട്ട് ഒന്ന് നമ്മൾ അടിച്ചെടുത്തിട്ടൊരു ചൂടുണ്ടാവും, അതും ഒന്ന് അറിയതിന് ശേഷം മാത്രം ബോട്ടിലേക്ക് ആക്കി വെക്കുക കേട്ടോ. ഞാൻ അപ്പോൾ ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ എപ്പോഴും ഫ്രഷായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നുള്ളുപ്പിട്ട്, ഒരുപാട് ഉപ്പല്ല, നുള്ളുപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് വറക്കുന്ന ടൈമിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ അതൊക്കെ മല്ലി വറക്കുന്ന ടൈമിൽ ഇട്ട് കൊടുക്കുക. ഞാനത് വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുക്കാൻ ഇപ്പോൾ ഇട്ട് കൊടുത്താലും മതി. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നുള്ളിൽ ഉപ്പിട്ടാൽ മതി. നമ്മൾ കറിയിലും ഇതൊക്കെ ഉപ്പിടുന്നതാണ്. വേറെ നുള്ളിൽ മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ബോട്ടിലേക്ക് ആക്കി വെക്കാം. നിങ്ങൾ ഏത് ബോട്ടിലാക്കണമെന്ന് വെച്ചാൽ അതിൽ നിങ്ങൾക്ക് ആക്കി വെക്കാം. ഇതുപോലെ നിന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത്ര നമ്മൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.